ഷിർക്കാണ്. അത് യഥാർത്ഥ തൗഹീദിന് വിരുദ്ധമാണ്. സൃഷ്ടികളെ വിളിച്ച് സഹായം തേടിയാൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയ്ക്ക് എതിരാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും കേൾപ്പും പണ്ഡിതന്മാർക്കുണ്ടാകണം. എന്നെ 1000 പ്രാവശ്യം ഒരു ഇരുട്ടറയിൽ പോയി എന്ന് വിളിച്ചാൽ ഞാൻ അതിവേഗം ഉത്തരം ചെയ്യും എന്നൊക്കെ മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിൽ ഇന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. വഫാത്തിന്റെ സമയത്ത് ഈ ലോകത്തുനിന്നും പിരിയാൻ നേരത്ത് മകൻ യഹ്യ ഔസിന ഞങ്ങൾക്ക് വസിയത്ത് ചെയ്യണം, ഞങ്ങൾക്ക് അതിപ്രധാനമായ ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ തവക്കൽ അലല്ലാഹ്, മകനെയും പരിസരത്തിരുന്ന് ഉപദേശിക്കുകയാണ്, അള്ളാഹുവിൽ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കണം, നീ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹു ഏൽപ്പിക്കണം മകനെ. ഇസ്തഈൻ ബില്ലാഹ്, നീ സഹായം തേടുന്ന അള്ളാഹുവോട് മാത്രമേ ആകാവൂ. അള്ളാഹുവിനോട് സഹായം തേടണം, സൃഷ്ടിയോട് സഹായം തേടരുത്. നിന്നെ രക്ഷിക്കാനും സഹായിക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അള്ളാഹുവോട് സഹായം ചെയ്തു എന്ന് തുടങ്ങിയ തൗഹീദിന്റെ ഉപദേശങ്ങൾ നൽകിയ മഹാനായ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പറ്റിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ 1000 പ്രാവശ്യം വിളിച്ചാൽ ദ്രുതഗതിയിൽ അദ്ദേഹം ഹാദിറാവുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്നൊക്കെയുള്ള പ്രചരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ടേബിളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഈ ലോകത്തെ സാധാരണക്കാരായ ജനങ്ങളെ, പണ്ഡിതന്മാരായ ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ജീവിതകാലം മുഴുവനും പാടുപെട്ട് ശ്രമിച്ചവരാണ് ഉലമായ ദൈവബന്ധ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ ഉലമായ ദൈവബന്ധിനെ പറ്റി പഠിക്കാനും അവരെ പറ്റി മനസ്സിലാക്കാനും അവർ കാഴ്ചവെച്ച മഹത്തായ പാതയെ അനുധാവനം ചെയ്യാനും പ്രേരകമായിട്ടാണ് ബഹുമാനപ്പെട്ട ഉലമായ ദൈവബന്ധ് ഇവിടെ അൽ ഖാസിമി എന്ന നാമത്തിൽ ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അവിടെ കൂടുതൽ ഈ ഹ്രസ്വമായ സമയത്ത് 20 മിനിറ്റ് എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ. കൂടുതൽ സംസാരിക്കുന്ന അറബികളായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് പറയാനുണ്ടെങ്കിലും വാക്കുകൾ ചുരുക്കുകയാണ്. മഹാന്മാരായ ദൈവബന്ധി ഉലമാക്കൾ ദീനിന്റെ തനതായ സ്വഭാവത്തിൽ യഥാർത്ഥ രീതിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിനെ, തരീഖത്തിനെ ഒരു തരത്തിലുള്ള ഭേദഗതിയും കൂടാതെ അങ്ങനെ തന്നെ ഈ ലോകത്ത് വരച്ചു കാണിച്ചവരാണ് അവർ. അവരുടെ പാതയെ പിന്തുടർന്നാൽ ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയിൽ നിന്ന് നാം പുറത്തു പോകില്ല. അവരുടെ ചരിത്രം വായിക്കണം, അവരെ ജീവിതക്രമം പഠിക്കണം, അവർ ദീനിനു വേണ്ടി അനുഷ്ഠിച്ച ത്യാഗങ്ങൾ നാം ഉത്ബുദ്ധരാകണം. അങ്ങനെ ചിന്തിക്കാനും പഠിക്കാനുള്ള അവസരമാണ് നമ്മുടെ യുവ പണ്ഡിതന്മാർ, അൽ ഖാസിമി പണ്ഡിതന്മാർ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, ഭൗതികമായ ഒരു ലാഭവും നിശ്ചയിക്കാതെ ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അർപ്പണം ചെയ്ത മഹാന്മാരായ ദൈവബന്ധി ഉലമാക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞു, ദൈവബന്ധിയിലുള്ള ഉലമാക്കൾ മാത്രമല്ല അവരുടെ മഹത്തായ മാതൃകയെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരും ദൈവബന്ധി ഉലമാക്കളുടെ ഗണത്തിൽപ്പെടും. അല്ലാഹു ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ ദൈവബന്ധി ഉലമാക്കളുടെ മഹത്തായ സേവനങ്ങളെ അനുസ്മരിക്കുന്നതിനും ആ മാതൃകയെ പിന്തുടരുന്നതിനും പ്രേരകമായി നടത്തപ്പെട്ട ഈ മജ്‌ലിസിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ മഹാന്മാരുടെ സേവനങ്ങളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവർക്ക് കൂടുതൽ ഹിമ്മത്തും പ്രവർത്തനക്ഷമതയും നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ദുആയോടുകൂടി വീണ്ടും ഇവർ പറയുന്നുണ്ട്, ഉദ്ഘാടകൻ ഞാനല്ലായിരുന്നു, ഞാനത് സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. വീണ്ടും ആ കാര്യം ഉണർത്തുന്നതിൽ അനുസരണ ആവശ്യമാണല്ലോ എന്നുള്ളതിന്റെ പേരിൽ മഹത്തായ സമ്മേളനം, മഹത്തായ പരിപാടി സർവ്വശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ എന്നുള്ള ദുആയോടുകൂടി അള്ളാഹുവിന്റെ തിരുനാമം ഓതിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉദ്ഘാടനം ചെയ്തതായി